വയനാട്ടിൽ കൈത്താങ്ങായി ഡിവൈഎഫ്ഐ. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 100 വീടുകൾ ഡിവൈഎഫ്ഐ വെച്ച് നൽകുന്നു. ആക്രി ചലഞ്ചിലൂടെയും ബിരിയാണി ചലഞ്ചിലൂടെയും മറ്റും യൂണിറ്റ് തലത്തിൽ സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് വീടിന്റെ നിർമ്മാണം. മാതൃകാപരമാണ്. വയനാട് ദുരന്തമുണ്ടായ ആദ്യ മിനിറ്റുകൾക്കകം തന്നെ ഞങ്ങളുടെ യൂത്ത് ബ്രിഗേഡിന്റെ പ്രവർത്തകർ അവിടെ രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനമെല്ലാം വളരെ സജീവമായി നടക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടി ചുരുങ്ങിയത് 25 വീടെങ്കിലും നിർമ്മിച്ചു കൊടുക്കുമെന്ന് ഡിവൈഎഫ്ഐ അന്ന് പ്രഖ്യാപിച്ചത്. ഞങ്ങൾ പണം ശേഖരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് നേരിട്ട് ആരോടെങ്കിലും പണം വാങ്ങുന്ന പരിപാടിയായിരുന്നില്ല. ഞങ്ങൾ വളരെ വ്യത്യസ്തമായ വഴികളാണ് അതിനുവേണ്ടി സ്വീകരിച്ചത്. അങ്ങനെ വ്യത്യസ്തമായ വഴിയിൽ കൂടി 20,47,00,000 രൂപ സമാഹരിക്കാൻ കഴിയുകയും 25 എന്ന പ്രഖ്യാപനം 100ലേക്ക് എത്തുകയും ചെയ്തു എന്നതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം. ഇന്ന് ഞങ്ങൾ കൈമാറാൻ പോകുന്നത് ചെക്കാണ്. വീടിന് 20 ലക്ഷം വെച്ച് നോക്കുമ്പോൾ 100 വീടിനുള്ള പണം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ചെക്കന്മാര് കൊള്ളാം അല്ലേ? യുവാക്കളും യുവതികളും ഡിവൈഎഫ്ഐയിലെ പ്രവർത്തകരാണ്. അവർ പാത്രം കഴുകിയും ഈ വണ്ടി കഴുകിയും ആക്രി കച്ചവടം നടത്തിയും ഒക്കെയാണ് അവർ ഈ പണം സമ്പാദിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അധ്വാനത്തിന്റെ മൂല്യം കൂടിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 100 വീടുകളാണ് ഡിവൈഎഫ്ഐ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ശ്രദ്ധേയമായ മാതൃകാപരമായിട്ടുള്ളൊരു കാര്യം. നമുക്കു നമ്മളെ പകുത്തു പങ്കുവയ്ക്കണം.